കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം 26 പേര് കൊല്ലപ്പെട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ കടുത്ത തിരിച്ചടി നൽകിയതിനു ശേഷമുള്ള പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ആ കാലഘട്ടം ഇതുവരെയുള്ള കാലഘട്ടം എടുത്താൽ ശശി തരൂർ കോൺഗ്രസിൽ തന്നെയാണോ നിൽക്കുന്നത് നമുക്ക് ന്യായമായും സംശയിക്കാം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്ന അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിൽ ആക്കുന്ന രീതിയിലേക്കാണ്. കാരണം ശശി തരൂർ മുതിർന്ന നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. അതായത് ഏറ്റവും ഉന്നതമായ കോൺഗ്രസ് സമിതിയാണ് പ്രവർത്തക സമിതി. ആ പ്രവർത്തക സമിതിയിലെ ക്ഷണിക്കപ്പെട്ട വ്യക്തി, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് തുടർച്ചയായിട്ട് പാർട്ടിയെ വല്ലാതെ വിഷമവൃത്തത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹം പാർട്ടിയുടെ അനുവാദം ഇല്ലാതെ തന്നെ പ്രധാനമന്ത്രി നിയോഗിച്ച, മറ്റു രാജ്യങ്ങളിലേക്ക് നിയോഗിച്ച ഇന്ത്യ നടത്തിയ കൗണ്ടർ അറ്റാക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ച സംഘ തലവനായിരുന്നു. അതിൽ പാർട്ടി അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടിയുടെ അംഗീകാരം നേടിയില്ല. അതിനുശേഷം അദ്ദേഹം മോദിയെ സ്തുതിച്ചുകൊണ്ട് പല ലേഖനങ്ങളും എഴുതി, അല്ലെങ്കിൽ പല പ്രസ്താവനകളും നടത്തി. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു, എന്തായാലും ശരി, അതിനെല്ലാം ഒരു ലക്ഷ്മണ രേഖയുണ്ട്, ആ ലക്ഷ്മണ രേഖ ലംഘിച്ചാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടും അത് തുടർന്നു പോവുകയല്ലാതെ അതിനെന്തെങ്കിലും ഒരു അയവ് വരുത്താൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കോൺഗ്രസിനുള്ളിൽ പുകയാൻ പോകുന്ന അതൃപ്തി, അതും ചർച്ചയാവുകയല്ലേ? ഈ മുതിർന്ന നേതാക്കന്മാർക്കിടയിലാണെങ്കിൽ പോലും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം ശശി തരൂരിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ലേഖനത്തിന് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇന്ത്യയെ അറിയുന്ന നേതാവിനെ അല്ല വേണ്ടത്, കേരളത്തെ അറിയുന്നൊരു നേതാവിനെയാണ് എന്നാണ്. ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ശശി തരൂര് ഇപ്പോ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം പ്രതിപക്ഷത്തുള്ളവര് തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അന്നു മുതൽ ഇന്ന് വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ജനാധിപത്യ ധ്വംസനാണ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ നിഷേധമാണ്, അതുപോലെ തന്നെ പൗരാവകാശങ്ങൾ അട്ടിമറിച്ചു, ഭരണഘടനാ വ്യവസ്ഥകൾ അട്ടിമറിച്ചു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, പ്രതിപക്ഷത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, തുർക്കുമാൻ ഗേറ്റ് പോലെയുള്ള ചേരികളെല്ലാം ഇടിച്ചു നിർത്തി, സഞ്ജയ് ഗാന്ധിയുടെ ക്രൂരത, ഇതെല്ലാം പണ്ട് മുതലേ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്നത്തെ പ്രതിപക്ഷവും പിൽക്കാലത്ത് ഇപ്പൊ ഈ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലും പ്രതിപക്ഷ നേതാക്കൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. പക്ഷേ കോൺഗ്രസിലെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലേഖനം ഇറക്കുന്നത്. മറ്റു പ്രതിപക്ഷങ്ങൾ പറയുന്നത് പാർട്ടിയെ ബാധിക്കുന്നില്ല, പാർട്ടിക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്, മുഴുവനായിട്ട് പലപ്പോഴും ന്യായീകരിക്കാറില്ല, ചില തെറ്റുകൾ വന്നിട്ടുണ്ട്, എങ്കിലും ചരിത്രപരമായ ഒരു അനിവാര്യത എന്നുള്ള നിലയ്ക്ക് അതിനെ ന്യായീകരിക്കാൻ പാർട്ടി ശ്രമിക്കാറുണ്ട്. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന സമ്പൂർണ്ണ വിപ്ലവം ഇന്ത്യയിലെ ഭരണഘടനയെ പോലും തകർക്കുന്ന, അല്ലെങ്കിൽ സായുധ സേനകളോട് പോലും എന്താ പറയാ ആഹ്വാനം ചെയ്ത് രാജ്യത്തെ ഭരണം അല്ലെങ്കിൽ ഉത്തരവുകൾ ലംഘിക്കാൻ ആവശ്യപ്പെട്ടു, ഇങ്ങനെയുള്ള ചില അതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ശക്തമായിട്ടൊരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു ആരോപണവും ഇങ്ങനെ ഒരു വിമർശനവും ഉന്നയിക്കുന്നത് പാർട്ടിയെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇനി പാർട്ടിക്ക് എത്ര നാളിങ്ങനെ സഹിക്കാൻ പറ്റും? ഇതിനോടൊപ്പമാണ് കേരളത്തിന്റെ സവിശേഷമായ കോണ്ടെക്സ്റ്റിൽ ഒരു സ്വകാര്യ ചാനൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സർവേ ഏജൻസി നടത്തിയ സർവേയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആ സർവേക്കകത്ത് UDF മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന ഏതാണ്ട് 28% ആളുകൾ, അതോ 24% ആളുകൾ ശശി തരൂർ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നു. സാക്ഷാൽ വി.ഡി. സതീശന് 15% ഉള്ളൂ, രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ 8% ഉള്ളൂ. അപ്പൊ ഇത് ഒരു BJP ചായ്വുള്ള ഒരു ഏജൻസിയാണ് ആ സർവേ നയിച്ചിരിക്കുന്നതെന്നും സംഘടിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അതിനെ അവഗണിക്കാനാണ് അവരുടെ തീരുമാനം. മാത്രമല്ല, ഇന്നിപ്പോ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനാണ് എന്നുള്ള ആ സർവേ ഒരു 3 വർഷം മുമ്പൊക്കെ, അല്ലെങ്കിൽ ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് വരെയാണെങ്കിൽ ഒരു പരിധി വരെ ന്യായീകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് NSS ആവട്ടെ, NSS അവരുടെ മന്നൻ ജയന്തി സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായിട്ട് ക്ഷണിക്കുന്നു, അതുപോലെ തന്നെ മാർത്തോമാ സഭ വിളിക്കുന്നു, പിന്നെ മുസ്ലിം സമുദായങ്ങളുടെ പ്രധാനപ്പെട്ട കൺവെൻഷനുകളിലേക്ക് വിളിക്കുന്നു. അങ്ങനെ നിരവധിയായ യോഗങ്ങളിൽ അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നു. വിശ്വപൗരൻ എന്നുള്ളൊരു മേൽവിലാസം അദ്ദേഹത്തിന് ചാർത്തി കിട്ടുന്നു. UDF അധികാരത്തിൽ എത്തിക്കാൻ ഞാനടക്കം ചാനൽ ചർച്ചകളിൽ UDF സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന്റെ ഒരു സർവ്വ സ്വീകാര്യത
UDF അധികാരത്തിലെത്താൻ സഹായകമാകുമെന്നുള്ള നിലപാട് സ്വീകരിച്ച ഒരാൾ പോലുമാണ്. ഞാനത് അഖിലേന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അത് നല്ലതാണ്, ജനാധിപത്യപരമായിട്ട് അത് നല്ലതാണ്, ശ്ലാഘിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് പോലും പറഞ്ഞിട്ടുള്ള ധാരാളം പേരുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ അടക്കം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ധാരാളം MK രാഘവൻ അടക്കമുള്ള കോഴിക്കോട് MP അടക്കമുള്ള ഒത്തിരിയേറെ പേര് അദ്ദേഹത്തിനോടൊപ്പം രഹസ്യമായും പരസ്യമായും അദ്ദേഹത്തിനോടൊപ്പം നിന്നവരുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സർവേയുടെ ഒരു കണക്കുകൂട്ടൽ നമുക്ക് ശരിയാണെന്ന്. പക്ഷെ ഇന്ന് കോൺഗ്രസിനകത്തുനിന്ന് അദ്ദേഹത്തിന് തീരെ പിന്തുണയില്ല, പ്രത്യേകിച്ച് പ്രവർത്തകരുടെ പിന്തുണ തീരെയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇന്ന് VD സതീശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി എന്നാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചൊരു പ്രസ്ഥാനം നടത്താൻ ഞങ്ങൾ ആളല്ല, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ മുകളിലുള്ളൊരു നേതാവാണ്, അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, ഞങ്ങൾ അത് പറയാൻ ആളുകളല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് K മുരളീധരൻ ഒരു പരിധി കൂടി കടന്നിട്ട് പറഞ്ഞു അദ്ദേഹം വിശ്വപൗരനല്ലേ, വിശ്വപൗരനെ കുറിച്ചൊക്കെ പറയാൻ ഞങ്ങൾ ആര്, അദ്ദേഹം വിശ്വം മുഴുവൻ പറന്നു നടക്കട്ടെ, കേരളത്തിൽ വേറെ ആളുകളുണ്ടാവും, കേരളത്തിലെ വെള്ളംകോരികളും വിറകുവെട്ടികളും ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന, കേരളത്തിലെ പാർട്ടി അംഗീകരിക്കുന്ന, MLA മാർ അംഗീകരിക്കുന്ന ആരെങ്കിലും മുഖ്യമന്ത്രിയാവും, ഏതായാലും വിശ്വം മുഖ്യമന്ത്രി ആവില്ല എന്ന് മുരളീധരൻ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. അപ്പൊ സത്യത്തിൽ കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുന്ന രീതിയിലേക്ക് ശശി തരൂർ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം പറഞ്ഞു. വെട്ടിലാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എല്ലാ പരിധികളും ലംഘിച്ച്. ഇതുവരെ അദ്ദേഹം പ്രസ്താവനകളൊക്കെ നടത്തി, മോദി സ്തുതികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അടിയന്തരാവസ്ഥക്കെതിരെ കൂടിയുള്ള അതിശക്തമായ ഒരു ലേഖനത്തിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിയെ വല്ലാതെ കുഴപ്പത്തിലാക്കാണ്. ഇനി എന്ത് പറഞ്ഞാണ് ഒരു വർക്കിംഗ് കമ്മിറ്റിയാക്കം അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി തള്ളി പറഞ്ഞ ആ കാലഘട്ടത്തിൽ ക്രൂരതകളുടെയും നൃശംസതകളുടെയും ഭരണഘടനാ ലംഘനങ്ങളുടെയും ജനാധിപത്യ അട്ടിമറിയുടെയൊക്കെ കഥകൾ, അതിഭീകരമായ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വം നടന്ന അതിഭീകര ക്രൂരതകളൊക്കെ എണ്ണി പറഞ്ഞ് പാർട്ടിയെ വെട്ടിലാക്കുമ്പോൾ എങ്ങനെ ന്യായീകരിക്കും? വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ഇതുവരെ പറഞ്ഞതൊക്കെ ശരി, ഏതെങ്കിലും രീതിയിൽ പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായ ഒരു ആക്രമണമായിരുന്നു, BJP ആ തിരിച്ചടി എന്ന് പറയുന്നത് മോദി ചെയ്തതല്ല, ഇന്ത്യയുടെ തിരിച്ചടിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഈ ലേഖനത്തിലൂടെ അദ്ദേഹം എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു. കോൺഗ്രസിന് ഇനി അദ്ദേഹത്തെ എങ്ങനെ പാർട്ടിയിൽ തുടരാൻ പറ്റും? പക്ഷെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഇത്രയും പ്രാഗൽഭ്യമുള്ള അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എങ്ങനെ അങ്ങനെ പുറത്താക്കും? തള്ളാനും കൊള്ളാനും കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത ഒരവസ്ഥയിലാണ് പാർട്ടി കുറെ മുമ്പ് മുതൽ. ഇപ്പൊ അത് അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ വിളിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യാനും കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാനും പാർട്ടി നിലപാട് വിശദീകരിച്ച് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എത്ര നാളുണ്ടാകും അദ്ദേഹം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ ശേഷം അദ്ദേഹത്തിന് BJP-യിൽ ചേരാനായിരിക്കാം, അല്ലെങ്കിൽ BJP ഏതെങ്കിലും വലിയ ഓഫർ, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ പദവിയോ അല്ലെങ്കിൽ UN-ലെ ഇന്ത്യൻ അംബാസഡർ പദവിയോ ഇന്ത്യയുടെ പ്രതിനിധി പദവിയോ അടക്കമുള്ള വലിയ ഒരുപക്ഷെ BJP-യുടെ കീഴിൽ വിദേശകാര്യ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വലിയ ഓഫറുകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്രയും നാൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചു. തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ ഈ സർവേയിൽ 27% പിന്തുണ കിട്ടിയെന്ന് പറയുന്ന തരൂര് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ച ഒരു UDF MP ആയിരുന്നു അദ്ദേഹം. ബാക്കിയുള്ള കോഴിക്കോട് സാക്ഷാൽ K സുധാകരൻ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോലും ലക്ഷങ്ങളുടെ അടുത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഷാഫി പറമ്പിൽ വടകര പോലുള്ള ഒരു ബാലികേറാമലയിൽ സാക്ഷാൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ച എത്ര വോട്ടിന്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും 10,000 ലക്ഷത്തിന് മുകളിലും അതിന്റെ ചുറ്റുവട്ടത്തുമായിട്ട് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഇങ്ങനെ 16,000 വോട്ടിന് അറ്റപ്പറ്റ് രക്ഷപ്പെട്ടു പോവുക ചെയ്തത്. അപ്പൊ ഇദ്ദേഹം സർവേ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സർവേ വിശ്വസിക്കാമെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാവരും വലിയ നേട്ടം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ശശി തരൂരിന് ഈ രീതിയിലുള്ള ഒരു വോട്ട് കുറവുണ്ടായത്? അപ്പൊ ഈ പറഞ്ഞൊരു സ്വാധീനമൊന്നും അദ്ദേഹത്തിന് ഇല്ല, പണ്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് കേരളത്തിലെ പാർട്ടിക്കകത്ത് മാത്രമല്ല ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് മൂലം, അദ്ദേഹത്തിന്റെ ഈ ഇരട്ടത്താപ്പുകളും എന്താ പറയാ ആളുകളെ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലപാടുകൾ മൂലം അദ്ദേഹത്തിന് ആ പിന്തുണ കുറഞ്ഞു വരികയാണ്. ആരോ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വായിച്ചതുപോലെ അദ്ദേഹം പക്ഷി പറക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാതമായ പ്രയോഗം അടുത്ത ദിവസം നടന്നു. പക്ഷെ അതിനെ ചോട് പിടിച്ചുകൊണ്ട് ആരോ പറഞ്ഞു ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല എന്നുകൂടി അതിനനുബന്ധമായിട്ട് ആരോ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഞാൻ വായിച്ചു. ഇപ്പൊ ശശി തരൂർ ചെയ്യുന്നത് കോൺഗ്രസ് കൂട്ടില്
അദ്ദേഹത്തിന് വേണ്ടി പണിതു കൊടുത്ത ആ കൊട്ടാരത്തിൽ ആ മനോഹരമായ പട്ടുകൊണ്ട് നെയ്തെടുത്ത ആ കൂട്ടിൽ അദ്ദേഹം നിരന്തരം കാഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതിനി പാർട്ടി എത്ര കാലം സഹിക്കും, പാർട്ടി പ്രവർത്തകർ എത്ര കാലം സഹിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി എല്ലാത്തിന്റെയും ഒരു ലക്ഷ്മണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് തരൂര് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി പോയി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരാണ് പാർട്ടിക്കകത്ത് കൂടുതൽ. പക്ഷെ കേരളത്തിലുള്ളവര് ഏതായാലും ഈ പന്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ കോർട്ടിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാനാണ് സാധ്യത. അവർ ഗോൾ അടിക്കുമെങ്കിൽ ഇപ്പൊ ഗോൾ അടിക്കേണ്ട സമയമാണ്. അതല്ല ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.